ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മുടെ മറ്റൊരു കിടിലൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, ഞങ്ങളൊരു മെക്സിക്കൻ അപാരതാന്ന് പറഞ്ഞ മാതിരി ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങളെയും കൂടി അറിയിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിന്ന് നമ്മുടെ ലവ് സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ തുടങ്ങിക്കോളെ. ഇത് മറ്റേ നന്ദന സിനിമയിൽ പറഞ്ഞ നാണയമോ തുടങ്ങിക്കോളെന്ന് പറഞ്ഞവര് ഞാനമ്മയ്ക്ക് ആവാം. ലവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഫീലിംഗ് ആയിരുന്നു. കാരണം ഞങ്ങൾ രണ്ടാളും രണ്ട് സ്ഥലത്ത് ഹോസ്റ്റലിൽ, അത് കാണുന്നതിനാട്ടി മുന്നേട്ടാണ് പറഞ്ഞത്. ഞാൻ വേറെ ഹോസ്റ്റലിൽ ഗുരുവായൂരാണ്, അവിടെ വന്നിട്ട് കലാമണ്ഡലത്തിലും. ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ, ഇവളുടെ കൂട്ടുകാരി അതേമാതിരി എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ ഈ കൂട്ടുകാരുടെ അനിയൻ എൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അവരിപ്പോൾ ഈ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വന്ന് ഒരു അമ്പലത്തേക്ക് വന്നപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ. അതേമാതിരി ആദ്യമായിട്ട് കണ്ടപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു അട്രാക്ഷനൊക്കെ തോന്നുമല്ലോ. അതൊക്കെ തോന്നി ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അപ്പം അങ്ങനെയാണ് കലാമണ്ഡലത്തിലേക്കെന്ന് അറിഞ്ഞ്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന നല്ല മുടി, മുട്ടോളം മുടി ഉണ്ടായിരുന്നു ഇല്ലേ. വെറുതെ എന്റെ ഭാര്യയല്ലേ കുറച്ച് കൂട്ടി പറഞ്ഞത്, നമുക്ക് കിടന്നുറങ്ങണ്ടേ. അപ്പോ മുട്ടോളം മുടിയൊക്കെ ഉണ്ട്. നല്ല സുന്ദരി കുട്ടിയായിരുന്നു, ഉണ്ടക്കുട്ടി. ഇപ്പോഴും ഉണ്ടെങ്കിലാണ് സത്യം. ഉണ്ടക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടക്കുട്ടിട്ടാ. അപ്പൊ കണ്ടു. അപ്പൊ ഞങ്ങൾ പതുക്കെ കൂട്ടുകാരുടെ നമ്മുടെ ഫ്രണ്ടിനെ വെച്ച് അതിന്റെ ചേച്ചീനെ വിളിച്ച് സംസാരിച്ച് നമ്പറൊക്കെ വെച്ച് ഞങ്ങൾ കഷ്ടിച്ച് ആ ഒരു ഇത് മാത്രമേ കണ്ടു. പിന്നൊക്കെ ഇഷ്ടമെന്ന് പറയുന്നത് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാട്ടോ. അതുവരെ കണ്ട് സംസാരിച്ച് കുറേ ഇങ്ങനെ സംസാരിക്കും, ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംസാരിച്ചു, ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു. ഇഷ്ടപ്പെട്ടതല്ല, ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു കേട്ടോ. പറഞ്ഞിട്ടില്ല, അത് ഞാൻ കൂട്ടുകാരി ഇങ്ങനെ അറിഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടമാണെന്നില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിനെ വിളിക്കും, എന്റെ ഫ്രണ്ടിനെ വിളിക്കും. സംസാരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും സംസാരിക്കും, ഹോസ്റ്റലിൽ എല്ലാവരും സംസാരിക്കും. അപ്പൊ എല്ലാവരും വിളിക്കുമ്പോൾ സംസാരിക്കും. അപ്പൊ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രദർ എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കും. അപ്പൊ ഞാനും സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയി. കാരണം നമ്മുടെ അച്ഛൻ അമ്മവർക്കും നമുക്ക് ഇന്നവരൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നിലേക്ക് പോയി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണ് തീരുമാനം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഫോണിൽ കൂടെ ചോദിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും അന്ന് കാണാൻ വന്നു. അപ്പോൾ അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ അച്ഛനമ്മേനെയും വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞ് കൊടുത്തിട്ട് പോയതാണ് വേറൊരു ഫ്രണ്ടിനോട്. പേരൊന്നും പറയുന്നില്ല കേട്ടോ, പക്ഷെ ഫ്രണ്ട് ഉടച്ച് കുട്ടിച്ചോറാക്കി കൈ കൊടുത്തത്, ഉടച്ച് കുട്ടിച്ചോറാക്കി തന്നിട്ട് ലാസ്റ്റ് അങ്ങനെയല്ല. അപ്പൊ ഞാൻ അച്ഛനമ്മേനൊക്കെ പോയിട്ട് കണ്ടിട്ട് വരുമ്പോഴേക്കും ആള് പറഞ്ഞത്, അവൾക്ക് ഇഷ്ടമാണ്, എന്താ പറയാ, ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അവൾ മനസ്സിലാണ്, അവൾ പുറത്ത് കാണിക്കാത്തതാണ്, അച്ഛനമ്മോടും ഉള്ള ഒരു കമ്മിറ്റ്മെന്റിനോട് പറയാത്താണെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു. പക്ഷെ അവളങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ അവൾക്ക് ഏട്ടനോടുള്ള ഒരു ആ ബന്ധവും പിന്നെ എന്റെ അടുത്തും ഉള്ള ഒരു ഇത് വെച്ചിട്ട് ഒരാളുടെ ഭാഗത്തായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടാളുടെയും ഒരു ഇതിൽ അവൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം അവള് അങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഡയലോഗിലാണ് പിടിച്ചു നിന്നാണ് പറയണത്. എന്ത് ഇഷ്ടല്ല എന്ന് പറഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ പോയിരുന്നു. കുപ്പിയിലാക്കി മടക്കി കൊണ്ടുവന്നു കഷ്ടിച്ച് 2 കൊല്ലത്തോളം പ്രേമിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതെ, 10ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇഷ്ടമാണെങ്കിലും ചിലപ്പോ ഒരു +2 വരെയൊക്കെ പോയിരിക്കും, അത് കഴിഞ്ഞാൽ നിൽക്കും. അപ്പത്തെ ഒരു ഇതല്ലേ, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഓരോ ഇത് കൂടി വരും തോറും എന്താ പറയാ, കമ്മിറ്റ്മെന്റ് കൂടി വന്നു. ഞങ്ങള് പിന്നെ ഞാൻ കുറെ പ്രാവശ്യം കാണാൻ വേണ്ടിട്ട് കലാമണ്ഡലത്തിന് മുമ്പിൽ, അതായത് നമ്മള് പോയിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ പേടിച്ചോട, ഒരുമാതിരി മറ്റേ പട്ടി കടിക്കാൻ വേണ്ടിട്ടുണ്ട് ആൾക്കാർ ഓടണ മാതിരി ഓടുമായിരുന്നു ഒഴിവാക്കിയിട്ട്. അപ്പൊ വിടാണ്ട് പിന്തുടർന്ന്
കുറേ 2 കൊല്ലത്തോളം പ്രേമിച്ച് നടന്നു. പിന്നെ 3ാമത്തെ കൊല്ലം, അതായത് +2 കഴിഞ്ഞ് ഡിഗ്രി ആയപ്പോ ഞാൻ സ്വന്തമാക്കി. കുറെ പ്രശ്നങ്ങളിലായിരുന്നു കേട്ടോ വീട്ടില്. എന്റെ വീട്ടിലൊക്കെ നല്ല എതിർപ്പായിരുന്നു. പക്ഷെ ഈ വീട്ടുകാർ സപ്പോർട്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് കല്യാണം കഴിച്ചു, ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങി. ആരുമില്ല, ഒരു പ്രത്യേകിച്ച് നമ്മള് പേടിച്ചു ഓടുക. കുറെ കാലം 2-3 പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ട് ഹോസ്റ്റലിലൊക്കെ ലീവൊക്കെ എടുത്ത് വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞ് വന്ന് കലാമണ്ഡലത്തിന്റെ മുമ്പിലൊക്കെ പോയി കാത്തു നിന്ന് ആകെ കിട്ട ഒരു 5 മിനിറ്റാണ് ബസ് ഇറങ്ങി പോണതോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ അമ്പലത്തിൽ തൊട്ടപ്പത് അമ്പലമുണ്ട്, അവിടേക്ക് പോണതൊക്കെ കിട്ടും. ആ സമയത്ത് നമ്മളെ കാണുമ്പോൾ ഒരുമാതിരി എന്താ പറയാ പേടിച്ചോടുക, തല വരുന്ന ആൾക്കാരെമാര് കണ്ട് ഓടും. കുറെ ഓടി 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 ലാസ്റ്റ് പിടിച്ചു നിർത്തി കുറെ. അതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ കുറെ സംസാരിച്ച്, ഫോണിലൊക്കെ സംസാരിച്ച്, കൊറേ ഫോണിന്റെ വെള്ളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. വലിയ കാശുകാരനായിട്ടൊന്നല്ല, നമ്മുടെ ചെറിയ നോക്കിയുടെ കുറെ ഫോൺ സോപ്പും വെള്ളത്തിലും ഇതൊക്കെ മുക്കിയെടുത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഇത് വേഷയെന്ന് പറഞ്ഞു. വാർഡനെ പിടിച്ചിട്ട് ഞങ്ങള് എന്താ പറയാ എല്ലാരും കൂടിയിട്ട് വാർഡൻ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് എല്ലാവരും ഒളിപ്പിച്ചോളം പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു എവിടെ ഒളിപ്പിക്കുക വെച്ചപ്പോ എല്ലാരും പറഞ്ഞു നമുക്ക് സോപ്പ് വെള്ളത്തിൽ ഇട്ടയ്ക്കാ പറഞ്ഞു. പക്ഷെ എല്ലാവരും ഫോൺ ഇതൊക്കെ കഴിഞ്ഞെടുത്തപ്പോ എല്ലാവരും ഫോണും നീറ്റായിട്ട് കിട്ടി. എന്റെയും എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോണ് മാത്രം ആകെ കൊളായി. കാരണം വെച്ചാൽ ഞാൻ അവരൊക്കെ കവറില് ആക്കിയിട്ടാണ് സോപ്പ് വെള്ളത്തിൽ കൊണ്ട് വെച്ചത്. ഞാൻ പിന്നെ ഡയറക്റ്റ് സോപ്പ് വെള്ളത്തിൽ. നല്ല ബുദ്ധിയാണെന്ന് മനസ്സിലായില്ലേ? അത് സോപ്പ് വെള്ളത്തിൽ മുക്കിക്കോട്ടാതൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇവളുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പെങ്ങന്മാരെ മതി. ഫുള്ള് ഏട്ടാന്നല്ലാണ്ട് വിളിക്കുക, നല്ല ഫുൾ കമ്പനി, ഫുൾ കട്ട സപ്പോർട്ട്, ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടായിരുന്നു. കാരണം അത്രയും അവര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അനാവശ്യമായിട്ട് എങ്ങോട്ടും കറങ്ങാനൊന്നും പോയിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. 1 പ്രാവശ്യം കറങ്ങാൻ പോയി, അത് ഞങ്ങള് പിടിച്ചു. വീട്ടിലറിഞ്ഞത് വീട്ടില് അതല്ലേ? അല്ല, ഫോൺ കണ്ടു. അമ്പലത്തിലേക്ക് പോയി ഞങ്ങള്, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഞാൻ പോയി. അത് ആരോ കണ്ടു. അത് കണ്ടിട്ട് ഞങ്ങളെ കറങ്ങാൻ പോക്കൊക്കെ തന്നെയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം, അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനക്കോട്ട. ഇതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ കറങ്ങുന്ന സ്ഥലം. വേറെ പ്രത്യേകിച്ച് പുറത്തേക്ക് അങ്ങനെയാണ് വീട്ടില് അത് കണ്ടിട്ട്. അങ്ങനെ വീട്ടിലാരോ പോയി പറഞ്ഞു അങ്ങനെ. അപ്പൊ എന്തിനാ പോയത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ. പക്ഷെ അന്നത് അവോയ്ഡ് ചെയ്ത് വിട്ടു. അന്നത് ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ആക്കി. പക്ഷെ അന്ന് എന്താ പറയാ നോട്ടപ്പുള്ളിയായി. അങ്ങനെ ഇരിക്കുന്ന 10ാം ക്ലാസ്സിന്റെ വെക്കേഷൻ എക്സാം കഴിഞ്ഞില്ല. എക്സാമിന്റെ വെക്കേഷൻ വന്നത്. ആ വെക്കേഷന് ഒരു രക്ഷയില്ല വിളിക്കാൻ, ഫോൺ ചെയ്യാനോ കാണാനോ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു വീട്ടിലെ ഫോണൊക്കെ വിളിച്ച് ഫോൺ എനിക്ക് ഞാൻ അവിടെ നിന്ന് ക്ലാസ്സിന് പോയിരുന്നു, മ്യൂസിക് ക്ലാസ്സിന് പോയിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഫോൺ തന്നു. ആ ഫോണ് ഞാൻ വിളിക്കണത് വീട്ടില് പിടിച്ചു. പിടി പറഞ്ഞ 1.5 ഉഷാറ് പിടി. കാരണം പോലീസുകാർ പിന്നെയും മാന്യമായിട്ട് ഉരുട്ടും. അങ്ങനെയല്ല, പെട്ടെന്നുള്ള ആ ടെൻഷനും ഒക്കെ കാരണം അച്ഛനമ്മയ്ക്കും ഒരു ഇടഞ്ഞാനെ എങ്ങനെ പാപ്പന്മാര് കൊണ്ടുനടക്കുന്നത് അതേമാതിരി പിന്നെ ചങ്ങലൊക്കെ ഇട്ട് കൊണ്ടുനടക്കണം. അതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതെ, പിന്നെ വീട്ടില് കുറെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരാവണമെങ്കിൽ നേരാവട്ടിക്കോട്ടെ എന്ന് അവർ വിചാരിച്ചു. പക്ഷെ നമ്മൾ അത്രയ്ക്ക് ഡീപ്പായിരുന്നു. അപ്പോൾ മനസ്സിൽ അങ്ങോട്ട് പോകണമെന്നില്ല. എന്നാലും അച്ഛനമ്മയ്ക്കും വേണ്ടി കുറെ ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചു. അന്ന് അവരുടെ ഫീലിംഗ് എന്താ, അല്ലെങ്കിൽ അവരുടെ അപ്പത്തെ അവസ്ഥ എന്താന്നുള്ളത് ഇന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ അന്ന് എനിക്കത് കാണില്ലായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് പിടിച്ചു. പ്രശ്നം അന്ന് വീട്ടില് ഫോൺ പിടിച്ചു ഞാൻ. കാരണം എന്റെ വിളി വന്നപ്പോഴാണ് പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്, പെട്ടെന്ന് സ്വിച്ച് ഓഫ്, കോണ്ടാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ആകെ ദിശ. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. ബാക്കി എന്തായിരുന്നു അവിടെയുള്ള കാര്യമൊക്കെ അറിയുള്ളൂ. പിന്നെ അത് കട്ടായപ്പോ എനിക്ക് എങ്ങനെ അറിയിക്കണം എന്നില്ല. കാരണം ഫോണ് പിടിച്ചു വെച്ചു. അതുപോലെ തന്നെ അച്ഛനെയും അമ്മയുടെയും ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പറയുക. പിന്നെ വീട്ടിൽ നിന്ന് അന്ന് വെക്കേഷൻ ടൈമായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. മ്യൂസിക് ക്ലാസ്സിന് പോയിരുന്നു, അത് കട്ട് ചെയ്തു. കാരണം അവർ കുറെ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇതെല്ലാം മനസ്സിലാക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവർക്ക് ടെൻഷനായി. അപ്പോൾ അവർ ഒന്ന് സ്ട്രിക്റ്റ് ആയി. അപ്പോൾ ഞാൻ അതുമ്പോൾ തന്നെ ഇങ്ങനെ പിടിച്ചു. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഏട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ അനിയത്തിക്ക് എക്സാം അങ്ങനെ എന്തോ ആണ്. എനിക്ക് വെക്കേഷൻ ടൈം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അനിയത്തിക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഏട്ടനോട് പറയുന്നത് ചിന്തി. അപ്പോൾ ഞാൻ ഇത് ചിന്തിക്കണില്ല. പക്ഷെ ഏട്ടൻ എന്ത് ചെയ്തു, റിപ്ലൈ ഒന്നും ഉണ്ടാവാതെ ആയപ്പോൾ ഏട്ടൻ
അനീത്തി സ്കൂളിലേക്ക് പോണ വഴിയിൽ അനീത്തിനെ കാത്തുനിന്നു. എന്നിട്ട് എനിക്ക് ഒരു ലെറ്റർ കൊടുത്തയച്ചു. അപ്പം അത് ഏതാന്നുള്ളതും കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറയാനുള്ളത് എല്ലാം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ അപ്പൊ അത് കിട്ടിയപ്പോ ഒന്നുകൂടി ഭയങ്കര ഒരു എന്താ പറയാ പ്രത്യേക ഒരു ഇതായിട്ട് ആരെങ്കിലും അതുവരെയൊക്കെ അച്ഛനമ്മയൊക്കെ പറയുമ്പോ ഓരോ ഡയലോഗുകളൊക്കെ പറയുമ്പോ ആ സമയത്ത് അവരുടെ വിഷമം കാരണം അവര് പറയുമ്പോ നമുക്ക് മനസ്സിനൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഗം നമ്മൾ ചിന്തിക്കണില്ല കേട്ടോ. അത് വേറെ കാര്യം. അവരുടെ വിഷമം എന്താ, അല്ലെങ്കിൽ ഇത്രയും നമ്മളെ കൊണ്ടുവന്നുള്ളത് നമ്മൾ ചിന്തിക്കണില്ല. നമ്മളപ്പോ നമ്മുടെ ഇത് മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പം ഏട്ടന്റെ ഇങ്ങനെ ലെറ്റർ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡന്റ് ആയി. അപ്പൊ ഞാന് തിരിച്ചെഴുതിയിട്ട് എൻ്റെ അനിയത്തിരയിൽ കൊടുത്തയച്ചു. അപ്പം അതെൻ്റെ ഉണ്ണി പോണ വഴിക്ക് പിറ്റേ ദിവസം ഏട്ടൻ വീണ്ടും അവിടെ വന്നു നിന്നു ഉണ്ണി ഏട്ടന് കൊടുത്തു. അപ്പോൾ വന്നെന്ന് പറഞ്ഞാൽ 37 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് അവിടെ എത്താൻ മുള്ളൂർക്കയിലേക്ക്. അപ്പൊ ഞാന് അതങ്ങനെ കൊടുത്തു. അങ്ങനെ ലെറ്റർ ഒരു ഇതിൽ അപ്പൊ ഒരു കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉറപ്പ് ഞാൻ കൊടുത്തു ഏട്ടന്. കാത്തിരിക്കും, എന്തുണ്ടെങ്കിലും വേറെ കല്യാണം കഴിക്കില്ല, കാത്തിരിക്കും. പക്ഷെ വീട്ടുകാരെ ഞാൻ ബുദ്ധിമുട്ടിച്ച് ഇറങ്ങി വരില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് കാത്തിരിക്കും പറഞ്ഞു. അപ്പൊ വീട്ടില് അത് ഭയങ്കര ഒരു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടന്നു. അപ്പൊ അടുത്ത പ്രശ്നങ്ങള് എന്തൊക്കെയാണ് വീട്ടിൽ ഉണ്ടായതെന്നുള്ള വിശേഷങ്ങളും ബാക്കി അതെങ്ങനെ കല്യാണത്തിലെത്തി എന്നുള്ളതുമായി അടുത്ത വീഡിയോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത വീട്ടിൽ ഉടനെ വരുന്നതാണ്. പിന്നെ ഇത് അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ ബാക്കി എല്ലാരും അറിയണം എന്നുള്ള ആഗ്രഹമുള്ളവര് എന്തായാലും ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കാരണം എന്നാലേ നോട്ടിഫിക്കേഷൻ കാണുള്ളൂ, ഇതിന്റെ തുടർച്ച കാണാൻ പറ്റുള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തണം. പിന്നെ ഇത് എന്റെ നാട്, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗായത്രി പുഴയാണ്. പുഴവക്കത്ത് എന്നിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നാളെ തിരിച്ചു പോകും. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് തറവാട്ടമ്പലത്തിലൊക്കെ തൊഴാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഒന്ന് ഉഷാറായിട്ട് മുങ്ങി കുളിക്കട്ടെ കേട്ടോ. അതിനാണ് മെയിനായിട്ട് തലക്കെട്ട് കണ്ടില്ലേ, മെയിനായിട്ട് വന്നിട്ട് നാട്ടിലെ പുഴയിലൊക്കെ ഒന്ന് ചാടി തിമിർത്ത് കുളിക്കാൻ വേണ്ടിയുള്ള ആകാംക്ഷയില്ല. അതൊന്നും വീഡിയോ എടുക്കണില്ല, കാരണം അപ്പുറത്തെ ആൾക്കാർ കുളിക്കുന്നുണ്ട്, നമ്മൾ എടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട്